ഇതിനു മുമ്പ് നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പഠിച്ചു. ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്ത് മ്യൂട്ടേഷനൂടെയാണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കുറച്ച് ക്യാൻസറിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ക്യാൻസറുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ക്യാൻസറുകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ സംഭവം ബ്രസ്റ്റ് ക്യാൻസറാണ്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റിനെ ഉണ്ടാകുന്ന ക്യാൻസറാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറാനും സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ തന്നെ രണ്ടാമത്തെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള അടുത്തൊരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ഫീമെയിൽസിനെ സംബന്ധിച്ച് സെർവിക്കൽ ക്യാൻസർ. ഇത് രണ്ടുമാണ് ക്യാൻസറിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഫീമെയിൽ ബോഡിയിൽ കണ്ടുവരുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ മെയിൽസിലും ഈ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്യാൻസറാണ് ടെസ്റ്റിക്കിൾ ക്യാൻസർ. അപ്പോൾ ടെസ്റ്റിക്കിൾസിൻ്റെ ക്യാൻസർ, അതായത് നമ്മൾ ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ്, ഷേപ്പ് എല്ലാം നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. മാസത്തിലൊന്നെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു ക്യാൻസറാണ്. ടെസ്റ്റിക്കിളിനാണ് ആ ക്യാൻസർ ഉണ്ടാകുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനുണ്ടാകുന്നത്. അത് ക്യാൻസർ ആയിരിക്കത്തില്ല. പലപ്പോഴും ക്യാൻസർ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മാലിഗ്നൻ്റ് ട്യൂമർ, ബിനൈൻ ട്യൂമർ, മാലിഗ്നൻ്റ് അല്ല. പലപ്പോഴും ഉണ്ടാകാറില്ല, അപൂർവമായിട്ട് മാലിഗ്നൻ്റ് ഉണ്ടാകാറുണ്ട് എന്നേ ഉള്ളൂ. അപ്പം മെയിൽസിനെ സംബന്ധിച്ച് ടെസ്റ്റിക്കിളിൻ്റെ ക്യാൻസറും പ്രോസ്റ്റേറ്റിൻ്റെ ബിനൈൻ ക്യാൻസർ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് സെക്കൻഡറി ഡിസീസ് ഉണ്ടാക്കുന്നില്ല. അതായത് ബോഡിയിൽ നിന്ന് ഇവിടുന്ന് ടിഷ്യൂക്കൾ പോയി ബോഡി മുഴുവൻ വ്യാപിക്കുന്ന പരിപാടി, മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന, മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന പരിപാടി മിക്കവാറും ഈ ബിനൈൻ ട്യൂമറിനെ കാണാറില്ല, പ്രോസ്റ്റേറ്റിൻ്റെ. പിന്നെ അടുത്തതായിട്ട് കണ്ടുവരുന്ന, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്ലഡ് ലുക്കീമിയ. അപ്പം ബാക്കിയുള്ള ക്യാൻസറുകളെയൊക്കെ അപേക്ഷിച്ച് ലുക്കീമിയയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്നോർമൽ പോളിഫറേഷൻ ഓഫ് WBC ആണ്. മനസ്സിലായോ? അതായത് WBC സെല്ലിൻ്റെ നമ്പറിൽ ഔട്ട് നമ്പർ ചെയ്യുക, അതായത് ഒരുപാടെണ്ണം പെരുകുക. അങ്ങനെ പെരുകി പാൻസൈറ്റോപ്നിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് മാറി പാൻസൈറ്റോപ്നിയ മൂലം WBCയുടെ കൗണ്ടും RBCയുടെ കൗണ്ടും പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാരോനെ അഫക്റ്റ് ചെയ്ത് ബോൺ മാരോയ്ക്ക് WBCയുടെ അബ്നോർമൽ, അതായത് മച്ചുവർ അല്ലാത്ത അബ്നോർമൽ WBCനെ ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ഒന്നും പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഈ ലുക്കീമിയ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു ഡിസീസാണ്. പിന്നെ ലുക്കീമിയയോട് സംബന്ധിച്ച് തന്നെ, അപ്പം ലുക്കീമിയയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് WBCയുടെ കൗണ്ട് ഒരുപാടങ്ങ് പെരുകുക. അങ്ങനെ പാൻസൈറ്റോപ്നിയ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി പേഷ്യൻ്റ് ഇൻഫെക്ഷൻ മൂലമാണ് മരിച്ചു പോകുന്നത്. അതായത് WBC സെൽ അബ്നോർമലാണ്, ഒരു ഇതിനെ നേരിടാനായിട്ട് പറ്റാതെ വരുന്നു. അങ്ങനെ ഗുണമില്ലാത്ത WBC സെൽസ് ബോഡിയിൽ ഒരുപാടുണ്ടായി പെരുകി അങ്ങനെ ഇൻഫെക്ഷനെ നേരിടാൻ പറ്റാതെയാണ് പേഷ്യൻ്റ് ഈ ബ്ലഡ് ലൂക്കോസ്, അതായത് ലുക്കീമിയ ഉണ്ടാകുന്ന പേഷ്യൻ്റ് മരിച്ചു പോകുന്നത്. അത് ന്യൂട്രോപ്നിക് പ്രിക്കോഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനോട്, ഈ ലുക്കീമിയ ആയിട്ട് ബന്ധപ്പെട്ട് ഹോക്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതെന്താണെന്ന് വെച്ചാൽ ലിംഫ് നോഡിനെ സംബന്ധിച്ചാണ്. ലിംഫാറ്റിക് സിസ്റ്റം, അതായത് ലിംഫ് ഉണ്ടല്ലോ ബോഡിയിൽ, ലിംഫാറ്റിക് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ലിംഫിൻ്റെ അബ്നോർമൽ പോളിഫറേഷനാണ്. ഇതും ഈ ലുക്കീമിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ലിംഫ് നോഡിൽ ഒരുപാട് പോളിഫറേഷൻ ഉണ്ടായി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അത് ബോൺ മാരോനെ അഫക്റ്റ് ചെയ്ത് ഈ പാൻസൈറ്റോപ്നിയ എന്ന് പറയുന്ന അവസ്ഥ തന്നെയുണ്ട്. അത് ലുക്കീമിയയും ഹോക്കിൻസ് ലിംഫോമയും ഏതാണ്ട് ഒരുപോലെ അതിൻ്റെ സിംറ്റംസ് കാണിക്കും.
ഒരു മാറ്റം ഉണ്ടാകുന്നത് ഹോട്ട്കിൻസ് ഡിസീസിൽ ഈ ലിംബ് നോഡുകളിലൊക്കെ ആദ്യത്തെ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എൻലാർജ്മെൻ്റ് ആണ്. ആ എൻലാർജ്മെൻറ്റ് മാറത്തില്ല, അങ്ങനെ എൻലാർജ്ഡ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ലുക്കീമിയയുടെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങുന്നത്. കാരണം ലുക്കീമിയ ആയിട്ട് ബോൺ മാരോനെ എഫക്റ്റ് ചെയ്യുമ്പം ലുക്കീമിയയുടെ പ്രശ്നങ്ങളെല്ലാം ഇത് കാണിച്ചു തുടങ്ങും. പിന്നെ ഒരു അടുത്തൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖമാണ്. അതായത് പ്ലാസ്മ സെല്ലിൻ്റെ പോളിഫറേഷനാണ്. ഈ ലുക്കീമിയയും ഇതുമെല്ലാം ഒരേ സ്റ്റേജിലേക്ക് വരാണ്. പ്ലാസ്മ സെല്ലിൻ്റെ പോളിഫറേഷനിലും ഇത് അവസാനം ചെന്നെത്തുന്നത് ലുക്കീമിയയുടെ ലക്ഷണങ്ങളിലേക്ക് തന്നെയാണ്. പിന്നെ അടുത്തൊരു ഇത് ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതാണ്. ഇതിലെല്ലാം അബ്നോർമൽ പോളിഫറേഷൻ ആണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത സംഭവിക്കുന്നത് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ ആണ്. ഗ്യാസോ ഈസോഫാഗസിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ക്യാൻസർ ആണ് ആദ്യം. അതായത് നമ്മുടെ ഈസോഫാഗസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വാ തൊട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണിത്. ഇൻറ്റസ്റ്റൈനിലൊക്കെ ആകാം, എവിടെ വേണേലും ആകാം. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ക്യാൻസറുകളാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്നത്. കാരണം അത് ഈസോഫാഗസിലാകാം, ഡിയോഡിനത്തിലാകാം, ജിജിനത്തിലാകാം, ഇലിയത്തിലാകാം. ഇങ്ങനെ ചെറുകുടലും അതുമായിട്ട് ബന്ധപ്പെട്ട് മേലിലേക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നേരെ പോയി താഴത്തേക്ക് മാറി. അതായത് നമ്മുടെ ബോഡിയിൽ അസെൻഡിങ് കോളം, ട്രാൻസ്വേഴ്സ് കോളം, ഡിസെൻഡിങ് കോളം, സിഗ്മോയിഡ് കോളം, റെക്റ്റം, ഇത്രയും ഭാഗത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ക്യാൻസറുകൾക്കാണ് ലാർജ് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇത്രയും ക്യാൻസറുകളാണ് നമ്മുടെ ബോഡിയിൽ വളരെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ക്യാൻസറുകൾ. ബാക്കിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രെയിൻ ട്യൂമറൊക്കെ വളരെ വിരളമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൂടെ ബോഡിയിൽ പലപ്പോഴും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പെട്ടെന്ന് ക്യാൻസർ ആണോ അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യും. പിന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസർ സ്കിൻ ക്യാൻസറാണ്. അത് നമ്മുടെ നാട്ടിലത് സ്കിൻ ക്യാൻസർ കുറവും യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതലാണ്. കാരണം അത് അവരുടെ ബോഡി സ്ട്രക്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ക്യാൻസറുകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് സ്ക്രീനിങ് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. അതായത് ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടാവുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോഡിയിൽ സെൽഫ് എക്സാമിനേഷൻ നടത്തി അത് കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ അതിനൊരു ടെസ്റ്റ് ഉണ്ട്, BRCA1 BRCA2 എന്ന് പറയുന്ന 2 ടെസ്റ്റുകൾ. ഈ ടെസ്റ്റ് നടത്തി ഇതിൻ്റെ ആൻറ്റിജൻ ബോഡിയിലുണ്ടോ, ഈ ബോഡിയിൽ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ 90% ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മനസ്സിലാവും? അങ്ങനെയുള്ളവർ ഇയർലി മാസ്റ്റക്ടമി ചെയ്യുന്നതാണ് ഉചിതം. കാരണം ബ്രസ്റ്റ് പോയാലും അത് വേറെ ഇംപ്ലാന്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, സാധ്യത പോലും തള്ളിക്കളയുക. മനസ്സിലായി? പിന്നെ ടെസ്റ്റികളിൽ നിന്നുണ്ടാകുന്ന ക്യാൻസറുകൾ, സെർവിക്സിനുണ്ടാകുന്ന നമുക്കറിയാലോ, സെർവിക്സിനുണ്ടാകുന്ന ക്യാൻസറുകൾ നമ്മൾ പാപ്പിലോമ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ ആദ്യ സാധ്യത തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് തന്നെയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനും. ബിനൈൻ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തി നോക്കുക. വർഷത്തിലൊന്നെങ്കിലും നമ്മൾ റെക്ടൽ എക്സാമിനേഷൻ നടത്തി പ്രോസ്റ്റേറ്റിന് വീക്കൊന്നുമില്ല എന്ന് ഡോക്ടറെ കൊണ്ട് സ്ഥിരീകരിക്കുക. കാരണം ഒരു 50 വയസ്സ് കഴിയുന്ന അത് വർഷത്തിലൊന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ ഏർലി കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂട്ടുക. നമുക്ക് തന്നെ ഒരു ഡോക്ടറെ കാണുന്നതിന് 100, 150, 200 രൂപ മതി. ഒരു ടെസ്റ്റ് നടത്തുന്നതിനോ ഒരു 10, 300. പക്ഷെ അതാണോ ക്യാൻസർ വന്നത്? അപ്പം ആ പോകുന്ന 300, 400 നമ്മളൊരു വാല്യുള്ള നഷ്ടമായിട്ടോ ലോസായിട്ടോ അതിന് വേണ്ടിയിട്ടുള്ള മെനക്കെടുന്ന സമയം ഒരു വേസ്റ്റ് ടൈമായിട്ടോ കാണരുത്. അത്രേ ഉള്ളൂ.
പിന്നെ ഉണ്ടാകുന്ന സംഭവം ഈസോഫാഗസും ഒക്കെ ആയിട്ട് ഗ്യാസ്ട്രിക് ക്യാൻസറും ഇൻറ്റസ്റ്റൈനൽ ക്യാൻസറും. അപ്പോൾ ഇതിന് ഒക്കുൾഡ് ബ്ലഡ് എന്ന് പറയുന്നത്, കാരണം നമ്മൾ മോഷൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിൽ ഒക്കുൾഡ് ബ്ലഡ്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ബ്ലഡിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം എവിടെയെങ്കിലും പൂണ്ടോ മുറിവോ ഇങ്ങനെ മുഴയോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒബ്സ്ട്രക്റ്റഡ് ആയി അതിൽ നിന്ന് ബ്ലഡ് പാർട്ടിക്കിൾസ് ഈ മോഷനിൽ പ്രസന്റ് ആവും. അപ്പം അങ്ങനെ ഒരു ടെസ്റ്റ് എല്ലാ വർഷവും 50 വയസ്സ് കഴിഞ്ഞാൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താ, ആദ്യമേ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കൊളോണോസ്കോപ്പിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയോ ചെയ്ത് നമ്മൾ ആ ഏരിയ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്ത് അവിടെ പ്രശ്നം സോൾവ് ചെയ്തു. ഇനി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇതിൻ്റെ എല്ലാം പ്രത്യേകത, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ ബോഡിയിൽ കാണിച്ചു കൊടുക്കുന്നത് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ലക്ഷണങ്ങൾ ബോഡിയിൽ കാണിച്ചു കൊടുക്കുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അത് സ്റ്റേജ് 2, 3 ഒക്കെ നമ്മൾ ആയി കാണും. അപ്പം അങ്ങനെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകളെല്ലാം നേരത്തെ തന്നെ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ നമുക്ക് അൾസർ അതുപോലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് നടത്തി വർഷത്തിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ ഒരു 5 വർഷത്തിൽ ഒരു പ്രാവശ്യം കൊളോണോസ്കോപ്പിയോ അങ്ങനെയുള്ളവർ 10 വർഷത്തിലൊരിക്കൽ എൻഡോസ്കോപ്പിയോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് അവർക്ക് സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പൊതുവെയുള്ള കാഴ്ചപ്പാടും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറേ കാര്യങ്ങൾ.